ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, കടലിൻ്റെ അടിത്തട്ടിൽ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചു നീങ്ങുന്ന ഒരു അന്തർവാഹിനി അഥവാ സബ്മറീനാണ് നാവിക യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളിൽ ഒന്ന്. അത്തരത്തിലുള്ള ശത്രു സബ്മറീനുകൾ ഇന്ത്യയുടെ തീരത്തേക്കോ പ്രധാന തുറമുഖങ്ങളിലേക്കോ നാവിക താവളങ്ങളിലേക്കോ അടുക്കുന്നതിന് മുമ്പ് അതിനെ കണ്ടെത്തി പിന്തുടരാനും ആവശ്യമെങ്കിൽ നശിപ്പിക്കാനുമായിട്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ച പുതിയ ആയുധമാണ് INS മൽവാൻ. 2026 ജൂലൈ 22 കമ്മീഷൻ ചെയ്ത INS മൽവാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മാഹി ക്ലാസ്സിൽപ്പെട്ട ആന്റി സബ്മറീൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ കപ്പലാണ്. കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഈ കപ്പലിൽ 80% ഇന്ത്യൻ ഘടകങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഷാലോ വാട്ടർ ആൻറ്റി സബ്മറീൻ വാർഫെയർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രധാന ദൗത്യം വ്യക്തമാണ്. ആഴം കുറഞ്ഞ തീരക്കടലുകളിൽ സബ്മറീനുകളെ കണ്ടെത്തി വേട്ടയാടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലാണ് ഇത്. വലിയ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും വിമാനവാഹിനി കപ്പലുകളുമെല്ലാം തുറന്ന സമുദ്രത്തിൽ ദീർഘദൂര ദൗത്യങ്ങൾ നടത്തും. എന്നാൽ തുറമുഖങ്ങളോട് ചേർന്നുള്ള കടല്, ദ്വീപുകൾക്കിടയിലെ ജലപാതകൾ, എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്ന സമീപ പ്രദേശങ്ങൾ, നാവിക താവളങ്ങളുടെ പ്രവേശന മാർഗങ്ങൾ എന്നിവ സംരക്ഷിക്കാനായിട്ട് അതിവേഗവും കുറഞ്ഞ ആഴത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രത്യേക കപ്പലുകൾ ആവശ്യമാണ്. അവിടെയാണ് INS മൽവാൻ്റെ പ്രസക്തി. ആഴം കുറഞ്ഞ കടലിൽ സോണാർ പ്രവർത്തിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്നും തിരമാലകളിൽ നിന്നുമെല്ലാം ശബ്ദ പ്രതിഫലനങ്ങൾ ലഭിക്കും. ഈ ശബ്ദക്കുഴപ്പത്തിൻ്റെ ഇടയിൽ ഒരു സബ്മറീൻ്റെ യഥാർത്ഥ ശബ്ദം തിരിച്ചറിയുകയാണ് വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഷാലോ വാട്ടർ ആൻറ്റി സബ്മറീൻ വാർഫെയർ ഒരു പ്രത്യേക സാങ്കേതിക മേഖലയാണ്. ഏകദേശം 80 മീറ്റർ നീളവും 1100 ടണ്ണോളം ഡിസ്പ്ലേസ്മെൻറ്റുമുള്ള താരതമ്യേന ചെറുതും ചടുലവുമായ ഒരു യുദ്ധക്കപ്പലാണ് INS മൽവാൻ. 3 മറീൻ ഡീസൽ എഞ്ചിനും വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സംവിധാനവുമാണ് കപ്പലിനെ മുന്നോട്ട് നയിക്കുന്നത്. പരമാവധി വേഗം ഏകദേശം 25 നോട്ട്സ്, അതായത് 46 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ. 14 നോട്ട് വേഗതയിൽ ഏകദേശം 1800 നോട്ടിക്കൽ മൈൽസ് വരെ, അതായത് 3334 കിലോമീറ്ററോളം സഞ്ചരിക്കാനും 14 ദിവസം വരെ തുടർച്ചയായി പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് ഇതിനെക്കുറിച്ചുള്ള ലഭ്യമായ വിവരങ്ങൾ. 3 എഞ്ചിനുകൾ ഉള്ളതിനാൽ ഒരു യൂണിറ്റ് തകരാറിലായാലും ശേഷിക്കുന്നവ ഉപയോഗിച്ച് കപ്പലിന് ദൗത്യം തുടരാനും സാധിക്കും. സാധാരണ പ്രൊപ്പല്ലറിന് പകരം വാട്ടർ ജെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറഞ്ഞ ആഴമുള്ള പ്രദേശങ്ങളിൽ മികച്ച നിയന്ത്രണവും വേഗത്തിലുള്ള തിരിവുകളും നടത്താനായിട്ട് ഇതിന് സാധിക്കും. ഇതോടൊപ്പം കപ്പൽ സൃഷ്ടിക്കുന്ന അണ്ടർ വാട്ടർ അക്വിസ്റ്റിക് സിഗ്നേച്ചർ കുറയ്ക്കാനും ഈ സംവിധാനം സഹായിക്കും. സബ്മറീൻ വേട്ടയിൽ ഇത് നിർണായകമാണ്. അതുപോലെ കപ്പലിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ, ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ, അണ്ടർ വാട്ടർ അക്വിസ്റ്റിക് സിഗ്നേച്ചർ എന്നിവ കുറയ്ക്കുന്ന ചില സ്റ്റെൽത്ത് സവിശേഷതകളും ഇതിൻ്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണിത് സബ്മറീനെ കണ്ടെത്തുന്നത്? INS മൽവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അതിൻ്റെ തോക്കുകളല്ല, അതിലെ സോണാർ സംവിധാനങ്ങളാണ്. സോണാർ 2 തരത്തിൽ പ്രവർത്തിക്കാം. ഒന്ന്, കടലിലേക്ക് ശബ്ദതരംഗങ്ങളെ അയച്ച് തിരിച്ചു വരുന്ന പ്രതിധ്വനി പരിശോധിക്കുന്ന ആക്റ്റീവ് സോണാർ, ഏതാണ്ട് റഡാറിനെ പോലെ. 2, സബ്മറീൻ്റെ എഞ്ചിൻ, പ്രൊപ്പല്ലർ, മെഷീനറി എന്നിവ സൃഷ്ടിക്കുന്ന നേരിയ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്ന പാസീവ് സോണാർ. ഈ കപ്പലിൽ ഹൾ മൗണ്ടഡ് സോണാറും കുറഞ്ഞ ആവൃത്തിയിൽ പ്രവർത്തിക്കുന്ന വേരിയബിൾ ഡെപ്ത് സോണാർ പോലെയുള്ള സംവിധാനങ്ങളും ഉൾപ്പെടുന്നതായിട്ടാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വേരിയബിൾ ഡെപ്ത് സോണാർ എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് അത് വെള്ളത്തിലേക്ക് താഴ്ത്തി വിവിധ ആഴങ്ങളിൽ തെരച്ചിൽ നടത്താം. കടലിലെ താപനിലയും ലവണാംശവും ആഴത്തിനനുസരിച്ച് മാറുന്നതുകൊണ്ട് ശബ്ദതരംഗങ്ങൾ ചിലപ്പോൾ വളഞ്ഞു പോകും. സബ്മറീനുകൾ ഇത്തരം അക്വസ്റ്റിക് ലെയറുകൾ ഉപയോഗിച്ച് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ സോണാറിനെ വ്യത്യസ്ത ആഴങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് ഈ ഒളിത്താവളങ്ങൾ പരിശോധിക്കാനായിട്ട് സഹായിക്കും. ഈ കപ്പലിൻ്റെ കോമ്പാറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം സോണാർ, റഡാർ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തുടങ്ങിയവയിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിപ്പിച്ച് സംശയാസ്പദമായ അണ്ടർ വാട്ടർ കോണ്ടാക്റ്റ് കണ്ടെത്തുകയും പിന്തുടരുകയും ചെയ്യും. മാഹി ക്ലാസ് കപ്പലുകൾ വലിയ യുദ്ധക്കപ്പലുകളുമായിട്ടും സബ്മറീനുകളുമായിട്ടും നാവിക വിമാനങ്ങളുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കുന്ന തീരസംരക്ഷണത്തിൻ്റെ ആദ്യ നിരയായിരിക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സബ്മറീനെ കണ്ടെത്തിയ ശേഷം അതിനെ ആക്രമിക്കാനായിട്ട് INS മൽവാന് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ആയുധങ്ങളുണ്ട്.
ഒന്ന് RBU-6000 ആൻറ്റി സബ്മറീൻ റോക്കറ്റ് ലോഞ്ചർ. കപ്പലിൻ്റെ മുൻവശത്താണ് RBU-6000 റോക്കറ്റ് ലോഞ്ചർ സ്ഥാപിച്ചിരിക്കുന്നത്. സബ്മറീൻ സംശയിക്കുന്ന പ്രദേശത്തേക്ക് നിരവധി ആൻറ്റി സബ്മറീൻ റോക്കറ്റുകൾ അതിവേഗം വിക്ഷേപിച്ച് ഒരു നിശ്ചിത അണ്ടർ വാട്ടർ സോൺ ആക്രമിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിലും സബ്മറീനെ സമ്മർദ്ദത്തിലാക്കാനും അതിൻ്റെ നീക്കം തടസ്സപ്പെടുത്താനും ഈ സംവിധാനം സഹായിക്കും. രണ്ടാമതായിട്ട് 324 മില്ലിമീറ്റർ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകൾ. കപ്പലിൻ്റെ ഇരുവശങ്ങളിലും ട്രിപ്പിൾ ട്യൂബ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ലോഞ്ചറുകളുണ്ട്. സോണാർ കണ്ടെത്തിയ സബ്മറീൻ്റെ സ്ഥാനം ഉറപ്പാക്കിയാൽ ഹോമിംഗ് ടോർപിഡോ വിക്ഷേപിക്കാം. വെള്ളത്തിനടിയിൽ ലക്ഷ്യം പിന്തുടർന്ന് ആക്രമിക്കുന്നതാണ് ടോർപിഡോയുടെ ദൗത്യം. മൂന്നാമതായിട്ട് ആൻറ്റി സബ്മറീൻ മൈനുകൾ. കടലിനടിയിലെ പ്രവേശപാതകൾ നിയന്ത്രിക്കാനും ശത്രു സബ്മറീനുകളുടെ സഞ്ചാരം തടയാനും ആൻറ്റി സബ്മറീൻ മൈനുകൾ വിന്യസിക്കാനുള്ള ശേഷിയും ഈ കപ്പലിനുണ്ട്. ഇതുകൂടാതെ സ്വയം രക്ഷയ്ക്കായിട്ട് ഒരു 30 മില്ലിമീറ്റർ നേവൽ ഗൺ, ശത്രു ടോർപിഡോകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഡീകോയ് ലോഞ്ചിങ് സിസ്റ്റംസ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഒരു ശത്രു സബ്മറീൻ ഇന്ത്യയുടെ തീരത്തിനടുത്തെത്തിയാൽ അതിൻ്റെ ലക്ഷ്യം യുദ്ധക്കപ്പൽ മാത്രമായിരിക്കണമെന്നില്ല. തുറമുഖ പ്രവേശന പാതയിൽ മൈനുകൾ സ്ഥാപിക്കുക, ചരക്ക് കപ്പലുകളെ ഭീഷണിപ്പെടുത്തുക, ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക, രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, സ്പെഷ്യൽ ഫോഴ്സസ് സംഘങ്ങളെ കരയ്ക്കടുത്ത് എത്തിക്കുക തുടങ്ങിയ ദൗത്യങ്ങളും സബ്മറീനുകൾക്ക് നിർവഹിക്കാം. ഇത്തരം അപകടങ്ങൾ നേരിടുന്ന അവസാന പ്രതിരോധ വലയമാണ് INS മൽവാൻ പോലെയുള്ള കപ്പലുകൾ. വലിയ ഡിസ്ട്രോയറുകളെ എല്ലാ ദിവസവും തുറമുഖ പ്രദേശങ്ങളിലെ സബ്മറീൻ തെരച്ചിലിന് വേണ്ടി വിന്യസിക്കുന്നത് വളരെ ചെലവേറിയതും പ്രായോഗികമല്ലാത്തതുമാണ്. മൽവാൻ പോലെയുള്ള ചെറു കപ്പലുകൾക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സമയം തീരപ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്താം. അതിലൂടെ വലിയ യുദ്ധക്കപ്പലുകളെ ബ്ലൂ വാട്ടർ ദൗത്യങ്ങൾക്കായിട്ട് സ്വതന്ത്രമാക്കാനും സാധിക്കും. ചൈനയുടെ ന്യൂക്ലിയർ പവേർഡും കൺവെൻഷണൽ സബ്മറീൻസും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നത് പ്രധാന സുരക്ഷാ വെല്ലുവിളിയാണ്. ഒരു ചൈനീസ് സബ്മറീൻ ഇന്ത്യയുടെ തീരപ്രദേശത്തേക്കോ തുറമുഖങ്ങളോട് ചേർന്നുള്ള ജലപാതകളിലേക്കോ അടുത്താൽ അതിന് രക്ഷപ്പെടാനുള്ള ഇടം കുറയും. ഇന്ത്യയുടെ P-8I മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, MH-60R ഹെലികോപ്റ്ററുകൾ, വലിയ ആൻറ്റി സബ്മറീൻ വാർഫെയർ വാർഷിപ്പുകൾ, അണ്ടർ വാട്ടർ സെൻസർ നെറ്റ്വർക്കുകൾ എന്നിവ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് മൽവാൻ പോലെയുള്ള കപ്പലുകൾ സംശയാസ്പദ പ്രദേശത്ത് നിരന്തരമായ തിരച്ചിൽ നടത്തും. അതായത് മൽവാൻ ഒരു ഒറ്റപ്പെട്ട വേട്ടക്കാരനല്ല, ഒരു വലിയ നെറ്റ്വർക്ക്ഡ് ആൻറ്റി സബ്മറീൻ വാർഫെയർ ഗ്രിഡിൻ്റെ തീരദേശ കണ്ണിയാണ്. പാകിസ്ഥാന്റെ സബ്മറീനുകൾ അറബിക്കടൽ വഴി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചാൽ മുംബൈ, ഗോവ, കർവാർ, കൊച്ചി എന്നിവിടങ്ങളിലേക്കുള്ള സമീപ പാതകൾ സുരക്ഷിതമാക്കേണ്ടത് നിർണായകമാകും. പ്രത്യേകിച്ചും കർവാർ ഇന്ത്യയുടെ ഒരു പ്രധാന നാവിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. INS മൽവാൻ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് അറബിക്കടലിലെ ഈ കോസ്റ്റൽ ആൻറ്റി സബ്മറീൻ വാർഫെയർ നെറ്റ്വർക്ക് കൂടുതൽ ശക്തമാക്കും. മൽവാൻ്റെ സോണാർ, ടോർപിഡോകൾ, ആൻറ്റി സബ്മറീൻ റോക്കറ്റുകൾ എന്നിവ പാകിസ്ഥാനി സബ്മറീനുകളെ ഇന്ത്യയുടെ തീരത്തോട് വളരെ അടുത്തെത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ശക്തമായ ഡിറ്ററൻസ് ആയിട്ട് മാറും. ഇന്ത്യ ആകെ 16 ASW ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്ന 8 മാഹി ക്ലാസ് കപ്പലുകൾ പ്രധാനമായിട്ടും വെസ്റ്റേൺ ഫ്ലീറ്റിനും, GRSC നിർമ്മിക്കുന്ന 8 അർനാല ക്ലാസ് കപ്പലുകൾ ഈസ്റ്റേൺ ഫ്ലീറ്റിനും നൽകാനാണ് പദ്ധതി. എല്ലാ കപ്പലുകളും സേവനത്തിലെത്തുമ്പോൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തുറമുഖങ്ങൾ, നാവികത്താവളങ്ങൾ, ദ്വീപുകൾ, പ്രധാന ഷിപ്പിംഗ് റൂട്ടുകൾ എന്നിവ ചുറ്റി സ്ഥിരമായ ആൻറ്റി സബ്മറീൻ പട്രോൾ സോൺസ് സൃഷ്ടിക്കാനായിട്ട് ഇന്ത്യക്ക് കഴിയും. ഇത് വെറും ഒരു കപ്പലിൻ്റെ കഥയല്ല. ഇന്ത്യയുടെ മുഴുവൻ തീരക്കടലിനെയും ശത്രു സബ്മറീനുകൾക്ക് കൂടുതൽ അപകടകരമായ പ്രദേശമാക്കി മാറ്റുന്ന ഒരു പുതിയ പ്രതിരോധ വലയത്തിൻ്റെ ഭാഗമാണ് INS മൽവാൻ. കടലിൻ്റെ അടിയിൽ ഒളിച്ചു വരുന്ന ശത്രുവിനെ ഇന്ത്യൻ തീരത്തെത്തുന്നതിന് മുമ്പേ തിരിച്ചറിയുക, വേണ്ടി വന്നാൽ നശിപ്പിക്കുക. അതാണ് INS മൽവാൻ്റെ ദൗത്യം. 80% ഇന്ത്യൻ കോമ്പണൻസോടെ ഇന്ത്യൻ ഷിപ്പ്യാർഡും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഇന്ത്യൻ വ്യവസായങ്ങളും ചേർന്ന് നിർമ്മിച്ച ഈ കപ്പൽ ഒരു വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യയുടെ തീരക്കടൽ ഇനി ശത്രു സബ്മറീനുകൾക്ക് സുരക്ഷിതമായ ഒളിത്താവളമല്ല. ചൈനയായാലും പാകിസ്ഥാനായാലും ഇന്ത്യയുടെ തുറമുഖങ്ങളിലേക്കും നാവികത്താവളങ്ങളിലേക്കും നിശബ്ദമായി അടുക്കാമെന്ന് കരുതരുത്. കാരണം കടലിൻ്റെ മുകളിൽ ഇന്ത്യയുടെ കണ്ണുകളുണ്ട്, കടലിൻ്റെ ആകാശത്ത് ഇന്ത്യയുടെ വിമാനങ്ങളുണ്ട്. ഇനി ആഴം കുറഞ്ഞ തീരക്കടലിൽ INS മൽവാൻ പോലെയുള്ള നിശബ്ദ കരങ്ങൾ കാത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്.
വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.